പിണറായി വിജയൻ സമീപകാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ നിന്നും ഏറ്റവും കരുത്തനായ ഒരു മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ പിണറായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാവപ്പെട്ടവരുടെ നേതാവാണ് പിണറായി വിജയൻ. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരിക്കും. ഇതുവരെ വന്നതിൽ ഒരു വികസന കാഴ്ചപ്പാടിലായാലും വ്യക്തമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടുള്ള ഒരു മുഖ്യമന്ത്രി. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുപോലൊരു മുഖ്യമന്ത്രി മുമ്പ് വന്നിട്ടില്ല. നല്ല മുഖ്യമന്ത്രി, അതേമാതിരി പക്വതുള്ള മുഖ്യമന്ത്രി. പെൻഷൻ കൂട്ടിയില്ല, അത് തന്നെ വലിയൊരു ആനുകൂല്യമല്ല. പിന്നെന്താ, വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ സ്കൂളുകളുടെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരട്ടച്ചങ്കം പൊളിയാണ്. ആ മനുഷ്യനെ പറ്റിയിട്ട് നടന്നിട്ട് ഈ സർക്കാരിന്റെ വികസന പദ്ധതി പറഞ്ഞാൽ അടിപൊളിയാണ്. പിണറായി വിജയൻ തന്നെ വീണ്ടും ഭരിക്കണം തന്നെയാണ് എല്ലാവരും ആഗ്രഹം. നമ്മുടെ നാടിന് ഈ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും മുഴുവനായിട്ട് ചെയ്തു തീർത്തില്ല. പറയാൻ കുറേ ഉണ്ട് വാക്കുകൾ. കേരളത്തിൽ എപ്പോഴത്തെ നല്ല ഭരണമാണ്. കേരളത്തെ നയിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ പിണറായി അല്ലാതെ മറ്റ് ആരും ഇല്ലാന്നാണ് ചെയ്തത്. ഏറെ വിവാദങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്ന ഒരു സഖാവുണ്ട്. പ്രശ്നങ്ങളെ നെഞ്ചും വിരിച്ച് നേരിട്ട നമ്മുടെ പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കൻ. ഇത്രയേറെ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴും ജനങ്ങൾ എല്ലാ വിശ്വാസവും അർപ്പിച്ച് അദ്ദേഹത്തോടൊപ്പം നിന്നു. ഇനി നമുക്ക് ജനങ്ങളോട് ചോദിക്കാം പിണറായി വിജയൻ എന്ന അവരുടെ ഉള്ളിലെ വികാരത്തെക്കുറിച്ച്. പിണറായി വിജയൻ സമീപകാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ നിന്നും ഏറ്റവും കരുത്തനായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും നയങ്ങളും എല്ലാം വളരെ കർക്കശമുള്ളതും ജനകീയമായിട്ടുള്ള നിലപാടുകളാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 4.5 വർഷക്കാല ഭരണത്തിൽ കേരളത്തിൽ എല്ലാം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വികസനം കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ക്ഷേമ പെൻഷനുകളും ഭക്ഷ്യധാന്യ കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ ഈ രാജ്യത്ത് മറ്റ് മുഖ്യമന്ത്രിമാർക്കെല്ലാം മാതൃകയാകുന്ന രൂപത്തിൽ ആ പൗരത്വ ഭേദഗതി നിയമം ഞാൻ മുഖ്യമന്ത്രിയായ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്നും അതിനെതിരെ എല്ലാവിധത്തിലുള്ള പോരാട്ടങ്ങൾക്കും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ഒരു ധീരനായ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളം ഇനിയും ഒരുപാട് കാലം ഭരണം നടത്തേണ്ടതുണ്ട്. അത് ഈ നാടിൻ്റെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും ഒരാവശ്യമാണ്. ലാവ്ലിൻ പോലെയുള്ള കേസുകൾ ഇന്ന് കോടതികൾ പോലും അതിനൊരു വിലയും കൽപ്പിക്കാത്തൊരു കേസാണ് ലാവ്ലിൻ. ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസിനെ പോലുള്ള സംഘടനകൾ അത് ജനങ്ങൾക്കിടയിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള വിവാദങ്ങളും ആരോപണങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ അത്തരം ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് കേരളത്തിൽ പിണറായിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനപിന്തുണ. തീർച്ചയായും പിണറായിയുടെ നേതൃത്വത്തിൽ ഇനിയും ഒരുപാട് കാലം കേരളത്തിലെ ഭരണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൻ്റെ ഗുണം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ലഭിക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഗവൺമെൻറ്, സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് തീർച്ചയായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചർച്ചയാവുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മുന്നണിക്ക്, അല്ലെങ്കിൽ പിണറായി നയിക്കുന്ന ഒരു മുന്നണിക്കല്ലാതെ കേരളത്തിലെ ജനങ്ങൾ മറ്റാർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രചരണത്തിന് വരാറുണ്ടല്ലോ. ആ പ്രചരണ പരിപാടികളിൽ അവർ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾക്ക് മറുപടി പറയുകയും ആരോപണങ്ങൾക്ക് മറുപടി പറയുകയും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്നത് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നയിക്കുന്നത് അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. അതിൻ്റെ ഭാഗമായി കൂടിയിട്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനം. കേരളത്തിൽ പിണറായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാവപ്പെട്ടവരുടെ നേതാവാണ് പിണറായി വിജയൻ. ഭരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പാവപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുകൂലിക്കാൻ പറ്റിയ ഒരു കാരണമാണ് പിണറായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ പറയുന്നത് ഇരട്ടച്ചങ്കൻ, എല്ലാവരുടെ നേതാവ് എന്നൊക്കെ പറയാൻ പറ്റിയൊരു സംഭവം തന്നെ. പിണറായിനോട് ശത്രുക്കളുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഓരോന്നിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നതിൽ വെച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു
വ്യത്യസ്തമുള്ള ഒരു വ്യക്തി. പിണറായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സമീപകാല രാഷ്ട്രീയത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിരിക്കും. ഇതുവരെ വന്നതിൽ ഒരു വികസന കാഴ്ചപ്പാടിലായാലും വ്യക്തമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടുള്ള ഒരു മുഖ്യമന്ത്രി. കാലകാലം നമ്മൾ ഒരു പദ്ധതി തുടങ്ങുകയാണെങ്കിൽ പല ഭരണവർഷം കഴിഞ്ഞാലും പൂർത്തിയാവാത്ത പദ്ധതികളൊക്കെ വെറും 4.5 വർഷം കൊണ്ട് വളരെ വൃത്തിയായിട്ട് പൂർത്തിയാക്കുന്നത് അത് ഒരു കാഴ്ചപ്പാടിന്റെ ഒരു വികസന കാഴ്ചപ്പാടിന്റെ ഒരു വ്യക്തതയാണ്. അത് വളരെ ചുരുക്കം മുഖ്യമന്ത്രിമാരിലേ കണ്ടിട്ടുള്ളൂ. വളരെ ശക്തനും നിലപാടിലായാലും നല്ല ശക്തനായ ഒരു മുഖ്യമന്ത്രി എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ എന്താ പറയുക, വളരെ ഒരു തന്മയത്വത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ വിവാദങ്ങളെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് അത് അദ്ദേഹം തന്നെ പറഞ്ഞ രീതിയിൽ മടിയിൽ കലമില്ലാത്തത് കൊണ്ടാണ്. അല്ല, പേടിക്കാനൊന്നും ഇല്ലാത്തൊരു മുഖ്യമന്ത്രി. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ജനങ്ങൾക്കറിയാം, നമ്മൾ കാണുന്നതാണല്ലോ എല്ലാ രാഷ്ട്രീയക്കാരെയും. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുപോലൊരു മുഖ്യമന്ത്രി മുമ്പ് വന്നിട്ടില്ല. നല്ല മുഖ്യമന്ത്രി, അതേമാതിരി പക്വതുള്ള മുഖ്യമന്ത്രി. ഇതൊക്കെ തന്നെ അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. ഭരണം സൂപ്പർ ഭരണം. ഈ മറ്റേ നമ്മുടെ ഈ കൊറോണ കാലത്തൊക്കെ ഈ മുഖ്യമന്ത്രിയും സർക്കാരും എടുത്ത നിലപാട് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് വേറൊരു സർക്കാരാണെങ്കിൽ കഴിയില്ല. വിവാദങ്ങൾ കെട്ടിച്ചമച്ചതല്ലേ. അത് അയാൾ അറിയാത്ത കുറേ കാര്യങ്ങൾ ഒരു ഈ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ. വിവാദം അങ്ങനെ ഉണ്ടാകുന്നതാണ്. പിന്നെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഭരണകൂടല്ലേ സംഭവിച്ചിട്ടുണ്ടാകാം. അയാളെ സംബന്ധിച്ചിടത്തോളം മൊത്തം കേരളീയർക്ക് ഭൂരിപക്ഷത്തിലും നല്ല അഭിപ്രായമാണ്, എനിക്കുൾപ്പെടെ. പിന്നെ ചില സമയത്തൊക്കെ അയാൾക്ക് എന്താണ് പറയുക, ക്ഷമ കെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. അതെ, ഇനിയും ഒരു തുടർ ഭരണം ഉണ്ടാവണം. എങ്കിലേ നമുക്ക് ഇനിയും എന്തെങ്കിലും ഇതുപോലുള്ള മഹാമാരികളോ മറ്റോ വരുമ്പോൾ അത്തരം ആളുകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പെൻഷൻ കൂട്ടിയില്ല, അത് തന്നെ വലിയൊരു ആനുകൂല്യമല്ലേ. പിന്നെന്താ, വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ സ്കൂളുകളുടെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരട്ടച്ചങ്കം പൊളിയാണ്. പിണറായി വിജയൻ സൂപ്പർ, നല്ല ലോകം കണ്ട മുഖ്യമന്ത്രിമാരോട് കൊടുത്തിട്ട് ഏറ്റവും നല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ. വീണ്ടും അധികാരത്തിൽ വരും. ആ മനുഷ്യനെ പറ്റിയിട്ട് നടന്നിച്ചാൽ ഈ സർക്കാരിൻ്റെ വികസന പദ്ധതി, പിന്നെ എന്താ പറയുക, നമ്മുടെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, പിന്നെ ജനങ്ങൾക്ക് ഉള്ള സൗകര്യങ്ങൾ മുഴുവൻ, കൊറോണ കാലത്തുള്ള സൗകര്യങ്ങൾ, കിറ്റുകൾ, കുട്ടികൾക്കുള്ള പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള കിറ്റുകൾ, അങ്ങനെ എല്ലാം ഈ സർക്കാർ ചെയ്ത മാതിരി ഏത് സർക്കാരാണ് ചെയ്തത്? ആരും ചെയ്തിട്ടില്ല. ഇന്ന് വരെ CPM-ന്റെ സർക്കാർ വരെ, CPM-ന്റെ പല സർക്കാരും വന്നിട്ടുണ്ട്. വയനാട് സർക്കാരിൻ്റെ, EMS സർക്കാരിൻ്റെ, അതുപോലെ ഒന്നല്ല പിണറായി സർക്കാർ ഏറ്റവും നല്ല സർക്കാർ, ബെസ്റ്റ് സർക്കാർ, വീണ്ടും അധികാരത്തിൽ. എന്തുകൊണ്ട് എനിക്ക് 84 വയസ്സായി, എൻ്റെ വയസ്സ് ഓനായില്ല. പിണറായി വിജയന് എനിക്ക് 84ആയി, അയാൾക്ക് അത്ര ആയില്ല. പിന്നെ രാഷ്ട്രീയത്തിൽ ഞാൻ 1942 കോൺഗ്രസിൽ ഒരു പ്രവർത്തകനായിരുന്നു, 42. അത് 47 ശേഷം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഒരാളായി. ഇന്ന് അവിടെ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ആ സെറ്റപ്പിനുള്ളിൽ ഗവൺമെൻറ് പിണറായി എന്നോ അച്യുതാനന്ദനോ എത്രയോ കൂടി കടിഞ്ഞ് ഇപ്പോൾ 1500 2000 തന്നാലും ഗവൺമെൻറ് അത് കൊടുക്കുന്നത് ഒരു വിക്കിരിൻ്റെ ഒരു ഭരണത്തലവൻ്റെ അല്ല. ഗവൺമെൻറ് നമ്മളെ നീതിപ്പണം കൊടുത്തിട്ട് അത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് തരിക. അതല്ലാതെ ഇത് ഗവൺമെൻറ് ഇപ്പോൾ അച്യുതാനന്ദൻ അല്ല പിണറായി വിജയൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കാനോ അല്ല. ഒരു ഗവൺമെൻറ് ഓരോ സമ്പാദിക്കുന്നത് ഓരോ സമ്പാദിക്കാന്നല്ലാതെ ഈ ഗവൺമെൻറ്റിൻ്റെ ഖജാനാവിൽ നിന്ന് ട്രഷറിയിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് നമുക്ക് കിട്ടുന്നത്. കോൺഗ്രസ് ഭരിക്കുന്നതിന് മുമ്പ് നമ്മളുണ്ടല്ലോ. 84 വയസ്സായി എനിക്ക്, അപ്പോൾ ഞാനായിട്ട് മുമ്പ് ഉണ്ടാകുമല്ലോ. പറഞ്ഞ അടിപൊളിയാണ്. ചുട്ട് റൂൾസിനെ പറ്റിയൊന്നും പറയാനില്ല, നന്നായിട്ട് ഇടപെട്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാം സ്ട്രിക്റ്റ് ആയിട്ടും എന്താ പറയുക, ലോക്ക്ഡൗൺ എല്ലാം ഓരോരുത്തർ ഇപ്പോഴാണ് പിന്നെ കുറച്ചും കൂടി റൂൾസൊക്കെ ഒന്നുകൂടി ബ്രേക്ക് ഡൗൺ ആയത്. നല്ല അഭിപ്രായമല്ലേ? അതെ, ഇനി അങ്ങനെ തന്നെയാണ് ഈ ഭരണം വേണ്ടത്. പിണറായി വിജയൻ തന്നെ വീണ്ടും ഭരിക്കണം തന്നെയാണ് എല്ലാവരും ആഗ്രഹം. നമ്മൾ ആടിന് ഈ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും മുഴുവനായിട്ട് ചെയ്ത് തീർത്തില്ലേ, ചില്ലറ വാഗ്ദാനങ്ങളോ വെച്ച്.
എല്ലാം അവരെന്തൊക്കെ പറഞ്ഞാൽ എല്ലാം ചെയ്തിട്ടുണ്ട്. ചില്ലറ വാഗ്ദാനങ്ങൾ ഇപ്പം ഈ പ്രതിപക്ഷങ്ങളൊക്കെ ആരോപിക്കുന്ന 1-2 വാഗ്ദാനങ്ങൾ അതായത് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഉണ്ടല്ലോ, 1-2 അത്രേ ഉള്ളൂ. കൂടുതലും ചെയ്തേ തന്നെ ഉള്ളൂ. എല്ലാം മറ്റുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ച് നോക്കുന്നത് എല്ലാം നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇങ്ങനെ പറയാൻ കുറേ ഉണ്ട്, വാക്കുകളില്ല. കേരളത്തിൽ എപ്പോഴത്തെ നല്ല ഭരണമാണ്. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ വെച്ചിട്ട് നോക്കുന്നവരെ കുറേയൊക്കെ ഭയങ്കര വികസനം വരുന്നുണ്ട് മൊത്തത്തിൽ. ഞാള് ഇവിടെയല്ല, കൊയിലാണ്ടിയാണ്. ഇപ്പോൾ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് നാട്ടിലൊക്കെ. പിണറായി വിജയൻ ഒരു ചങ്കൂറ്റുള്ള പ്രധാനമന്ത്രിയാണ്. കേരളത്തെ നയിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ പിണറായി അല്ലാതെ മറ്റ് ആരും ഇല്ലാന്നാണ് ചെയ്തിട്ടുണ്ട്. നിശ്ചയദാർഢ്യം, പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തത, ഇതൊക്കെ ഉള്ള ഒരു മുഖ്യമന്ത്രിയാണ്. എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യമുണ്ട്, വ്യക്തമായ അഭിപ്രായമുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അത് പറയാനും പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുണ്ട്, പിന്നെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി ചെയ്യുന്നുണ്ട്. പൊതുവെ ഭരണത്തെ ഇപ്പോഴത്തെ സാഹചര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അഴിമതിയും കാര്യപ്പെട്ട എല്ലാ സംഗതികളും നടന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി ഇല്ല. എങ്ങനെ കഴിയൂ, എങ്ങനെയൊക്കെ സാധിക്കുന്നത്? സർവത്ര, അതായത് 1 മുതൽ 10 വരെയും അഴിമതിയുടെ കാര്യം തന്നെയാണ് പറയാനുള്ളൂ. പിണറായി വിജയനെ പറ്റി കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല ഭരണം, നല്ല വർഷക്കാലം പല ബുദ്ധിമുട്ടുണ്ടായിട്ടും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കാലത്തൊക്കെ നല്ല പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഇനി തുടർന്നും ഭരണത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വിവാദങ്ങൾ തന്നെ ഏത് ഭരണകക്ഷിയായിരുന്നാലും പ്രതിപക്ഷമായിരുന്നാലും ആ സമയത്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് വിവാദങ്ങൾ പൊതുവെ ഉണ്ടാകും. അത്തരത്തിലല്ലാതെ അതിനെ മറ്റൊന്നായിട്ട് കാണാനുള്ളത് ഒന്നുമില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾ തന്നെ വിജയിപ്പിച്ച പിണറായി വിജയനെ കുറിച്ച് 100 നാവാണ് പലർക്കും. ജനങ്ങളെ ഭരിക്കാതെ ജനങ്ങൾക്കു വേണ്ടി ഭരിക്കുന്ന സഖാവാണ് പിണറായി വിജയൻ. ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നും ഈ സഖാവ്. ക്യാമറാമാൻ വിമലിനോടൊപ്പം മനീഷ പ്രസുൻ, ബിഗ് ബ്രേക്കിംഗ് കേരള.